കാഞ്ചു 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 മോളെ ചേട്ടനൊരു കോഫി വേണം. കാഞ്ചു മോളെ എവിടെയാ? അതെ, കാഞ്ചൊന്നും അവിടെ ഇല്ല. അവള് ട്യൂഷന് പോയിരിക്കുവാ. ഓ ആണോ? ഇവിടെ കൊച്ചച്ഛനും കുഞ്ഞമ്മയൊന്നും ഇല്ലേ? ആരും ഇവിടെ ഇല്ലെന്ന് അറിയാം. ചുമ്മാ ഉരുണ്ട് കളിക്കോ കള്ളൻ. ഹലോ, ഈ വീട്ടിൽ ആരും ഇല്ലേന്ന് വേറെ? ഇവിടെ ആരും ഇല്ലേ? ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കോഫി വേണമെങ്കിൽ ഞാനിട്ട് തരാം. ഓ ഇഷ്ടാവുമെങ്കിൽ. അയ്യോ വേണ്ട, ഇനി അതും പറഞ്ഞ് അവകാശം സ്ഥാപിക്കാൻ നിക്കണ്ട പ്ലീസ്. വേണ്ട. എന്നാലേ മമ്മിയെ കാണാനല്ലേ വന്നത്? അവര് രണ്ടാളും ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കുക. ഇപ്പൊ വരും. എനിക്ക് വേറെ പണിയുണ്ട്. തൊണ്ടയ്ക്ക് കിച്ചിച്ചു വല്ലതും ഉണ്ടെങ്കിലേ അവിടെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഇരിപ്പുണ്ട്. അതെ, നമ്മുടെ ഓഫീസിൽ ഈ ഡെസ്പാച്ച് യൂണിറ്റിലെ കുറച്ച് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടല്ലോ. ആ ഉലഹന്നാൻ അവിടെ ഡ്യൂട്ടിയിലില്ലേ? ഉഴപ്പാണോ മൊത്തം? ഡിസ്പാച്ച് യൂണിറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് ഉലഹനൻ സാറിനോട് എങ്ങാനും പോയി ചോദിച്ചാ പോരെ സാറേ? ഞാൻ അങ്ങോട്ട് വേറെ ഒരു സ്റ്റാഫ് അല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോത്സ്യരെ കണ്ടിട്ട് ആമിയും മമ്മിയും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇനി എന്റെ ആമിയും എന്റെ വീട്ടുകാരെയും പറഞ്ഞ് ചീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, എന്റെ മമ്മിയും സൊനാലി കുടുംബത്തെയും പറഞ്ഞു പറ്റിക്കാൻ എനിക്കും പറ്റത്തില്ല. അതുകൊണ്ട് താനൊരു തീരുമാനം പറ. ഇയാള് പറയുന്ന കേട്ടാ ഞാൻ എന്തോ ഇയാളെ പറഞ്ഞ് ചീറ്റ് ചെയ്ത പോലെയാണല്ലോ. ആര് പറഞ്ഞു, ആര് ചീറ്റ് ചെയ്തു എന്നുള്ളൊക്കെ പോട്ടെ. കളി തമാശ കണ്ടിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോ. അമ്മമാര് രണ്ടുപേരും ഡേറ്റ് തീരുമാനിക്കാനായിരിക്കും പോയിരിക്കുന്നത്. അവരിവിടുന്ന് പോകുമ്പോഴേ തനിക്ക് അവരെ ഒന്ന് തടയായിരുന്നില്ലേ? ജോത്സ്യന്റെ അടുത്ത് പോകണ്ടെന്നും പറഞ്ഞോണ്ട്. ഇപ്പൊ പറഞ്ഞു വിട്ടിട്ട് എന്നോട് ചോദിക്കുന്ന എന്താ വേണ്ടേന്ന്. അതെ, ഞാൻ ആദ്യം പറഞ്ഞു വിട്ടതൊന്നും അല്ല. അവർ
അവരായിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇയാളുടെ ബാലു തിരിച്ചു വരുമെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ട്. അയാൾ തിരിച്ചു വന്ന് അയാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി ഇയാൾ കൊടുക്കൂന്നുള്ളത് എനിക്ക് ഉറപ്പാ. അപ്പൊ ഇയാളായിരുന്നു പറയേണ്ടിയിരുന്നത് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ല, ഇത് വെറും ഒരു ധാരണ മാത്രമാണ്. എടോ, തനിക്കിത് തുറന്നു പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. തീരും. എന്റെ പ്രശ്നം തീരും, തന്റെ പ്രശ്നവും തീരും. എന്റെ ബാലു ഇങ്ങോട്ട് വന്നാ ഞാൻ ബാലുവിനെ കല്യാണം കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കുകയും ചെയ്യും. ആ, ജീവിച്ചോ. ആ, ജീവിക്കും. ആ, നീ ബാലുവിന്റെ കൂടെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കും. അതിനിവിടെ ആർക്കാ കുഴപ്പം? എനിക്കോ? എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അവന്റെ കൂടെ തന്നെ ജീവിച്ചോ, കേട്ടോ. ദേ, അതിനിവിടെ ആരും തടസ്സം നിൽക്കാൻ വരുന്നില്ല. നീ ജീവിച്ചോ, നീ അവന്റെ കൂടെ തന്നെ ജീവിച്ചോ. അതിനിവിടെ ആർക്കാ കുഴപ്പം? എടോ, തന്റെ ബാലു എവിടെ ഉണ്ടെങ്കിലും തേടി പിടിച്ച് കണ്ടുപിടിച്ച് തരുമെന്ന് വാക്ക് തന്നത് ഈ ഞാനല്ലേ? അല്ലേ? അല്ലേന്ന്? എന്താ നിന്റെ നാക്കിറങ്ങിപ്പോയോ? അവളുടെ ബാലു. എടോ, താൻ ജീവിക്ക്, താൻ അവന്റെ കൂടെ തന്നെ ജീവിക്ക്. എടോ, തനിക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ഇല്ലേ? കഷ്ടപ്പെട്ടില്ലേ? ഇപ്പോഴും കഷ്ടപ്പെട്ടു. താൻ ജീവിക്ക്, നീ അവന്റെ കൂടെ തന്നെ ജീവിക്ക്. അവളുടെ എന്റെ പൈസക്ക് ഡീസൽ അടിച്ച് ഈ നാട് മുഴുവൻ ഞാൻ കൊണ്ടുനടന്നില്ലേന്ന് ആള് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതിനെ തെളിവും കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചു. താൻ ജീവിച്ചോടോ, താൻ അവന്റെ കൂടെ തന്നെ ജീവിക്ക്. ഒരു കുഴപ്പമില്ല, താൻ അവന്റെ കൂടെ തന്നെ ജീവിക്ക്. SP-യുടെ CA-യുടെ ഉൾപ്പെടെ സകല ഓഫീസർമാരുടെ മുമ്പിൽ കേറി ഇറങ്ങി തനിക്ക് വേണ്ടി, ഇല്ലേ? എടോ, താൻ തന്റെ ഇഷ്ടത്തിന് പോയി ജീവിക്ക്. അതിനിവിടെ ആർക്കാ കുഴപ്പം? എനിക്കോ? എനിക്കൊരു കുഴപ്പമില്ലടി. നീ ജീവിക്ക്, അവന്റെ കൂടെ തന്നെ ജീവിക്കടി. പിന്നെ ഇനി അവനെ കൊണ്ടുവന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നുമില്ലാത്ത നിനക്ക് വേണ്ടി ഈ സിദ്ധാർത്ഥ് നിൽക്കും. മനസ്സിലായോ? മുന്നിൽ നിൽക്കും, താലി എടുത്തു തരാൻ. അതെ, ഇത്രയ്ക്ക് ആവശ്യത്തില് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്, എന്റെ ആമയുടെ മുന്നിലും സാറിന്റെ മമ്മിയുടെ മുന്നിലും കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറ. വിളിച്ചു പറയണ്ടേ ഞാനല്ല, താനാ. തനിക്കല്ല അവന്റെ കൂടെ ജീവിക്കണ്ടേ? പോയി പറ, ചെല്ലേ. സിദ്ധു ഇങ്ങ് വന്നിട്ടുണ്ടല്ലോ. അതെന്തായാലും നന്നായി. രണ്ടുപേരോടും ഇപ്പൊ തന്നെ കാര്യങ്ങൾ ചോദിക്കാമല്ലോ. ശരിയാ, എന്താ അവരുടെ മനസ്സിലിരുപ്പെന്ന് നമുക്കറിയാലോ. അതെ. രണ്ടുപേരും അകത്തെ മുറിയിലുണ്ട്, സംസാരിച്ചോണ്ടിരിക്കുക. എന്നാ ഞാൻ വിളിക്കാം. അയ്യോ വേണ്ട, അവര് സംസാരിക്കല്ലേ, ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്കേ ഒരു കോഫി ഇടാം. അതെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാനൊന്നും നോക്കണ്ട. നിങ്ങൾ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ 100 തവണ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. ഈ ഒത്തുകളിയുടെ ആദ്യത്തെ ഐഡിയ പറഞ്ഞ നീയല്ലേ? നീ പറഞ്ഞു കേട്ടിട്ടല്ലേ നിന്റെ ആമിയുടെ മുമ്പിൽ ഞാൻ കള്ളം പറഞ്ഞു, അല്ലേ? നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതേ എന്റെ ഗതികേടാ, എന്റെ ഗതികേട്. അതെ, ഗതികേട് ആർക്കായിരുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഭയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ കാല് പിടിച്ചത്. ആര് കാല് പിടിച്ചു? ഞാനോ? എടി, നിനക്ക് നിന്റെ പെരട്ട ശരത്തിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് കാല് പിടിച്ചില്ലേ? ഇല്ലേ? നിനക്ക് രക്ഷപ്പെടണമായിരുന്നല്ലോ. എന്റെ മമ്മിയുടെ പപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ മമ്മിയുടെ മോനെ ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കൂന്ന്, ഇല്ലേ?
ഇല്ലെങ്കിൽ ഇയാളുടെ പപ്പ ഹൃദയം പൊട്ടി മരിക്കുന്നൊക്കെ ഇയാള് തന്നെയല്ലേ എന്നെ പറഞ്ഞു പറ്റിച്ചതും. ആ അല്ലെങ്കിലേ ആ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയ ആ ദിവസമെങ്കിലും നിങ്ങളുടെ പപ്പയോടും അമ്മയോടും എന്റെ ആമിയോടും നാട്ടുകാരോടും നിങ്ങൾക്ക് പറയാറുന്നില്ലേ അപർണ ഇഷ്ടമല്ല, ഇത് ഞങ്ങൾ തമ്മിലുള്ള ധാരണ മാത്രമാണെന്ന്? നിനക്കും പറയാറുന്നല്ലോ, ഇല്ലേ? പറയാറുന്നില്ലേ? എന്താ പറയാറുന്നേ? മോതിരം ഇട്ട് കഴിഞ്ഞാലേ അയാളുടെ ഒപ്പം ജീവിക്കുള്ളൂന്ന് എന്താ പറയാറുന്നേ? അതെന്താ നീ പറയാറുന്നേ? നിന്റെ വലിയ കുടുംബക്കാരനല്ല ജോത്സ്യൻ, അയാളെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കായിരുന്നല്ലോ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരിൽ ഒരാളെ ജീവിച്ചിരിക്കുള്ളൂന്ന് എന്താ പറയിപ്പിക്കായിരുന്നേ? ഇടി എന്താടി നീ പറയിപ്പിക്കായിരുന്നേ? പറയിപ്പിക്കാം, ഇനിയും പറയിപ്പിക്കാം. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം എന്താ? എനിക്ക് നിങ്ങളുടെ മമ്മിയുടെ മുഖത്ത് നോക്കി വെറുതെ അങ്ങ് പറഞ്ഞ പോരെ? നീ പറഞ്ഞോ, എന്താന്ന് വെച്ചാ നീ അങ്ങ് തുറന്ന് പറയ്. എന്നിട്ടേ എനിക്കും അവരോട് തുറന്നു പറയാനുണ്ട്. നിനക്ക് നിന്റെ ബാലുവാണ് വലുതെന്ന്, അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ കൂടെ ജീവിക്കണമെന്ന്. അതിനെ നീ എന്നെ ഇരയാക്കി. എനിക്ക് ഒരുത്തന്റെ കൂടെയും ജീവിക്കണ്ട. എനിക്ക് എന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. ആ നോക്കിക്കോടി, നീ നിന്റെ കാര്യം തന്നെ നോക്കിക്കോ. നീ പിന്നെ എന്തിനാടി സോനാലി ഫാമിലി ജോലിക്ക് വന്നേ? 5-8 മാസത്തെ ശമ്പളം എണ്ണി മേടിച്ചില്ലേ? അതെ, എനിക്ക് ശമ്പളം തന്നിട്ടുണ്ടെങ്കിലേ അത് എന്റെ മിടുക്കൊണ്ടാ. അത്രയ്ക്ക് മിടിക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് ഇനി വരണ്ടടി. ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് തരും. ആ ചെയ്യ്. നിർത്ത. ആ മോതിരം രണ്ടുപേരും കഴിച്ചതാ. അപ്പോ നിന്നോടാ പറഞ്ഞേ, ആ മോതിരം കഴിച്ചതാ. സിദ്ധു, നിന്നോടും കൂടിയാ പറഞ്ഞത് ആ മോതിരം ഇങ്ങ് അയക്കാൻ. ലോകത്ത് ഒരു മക്കളും പെറ്റ തള്ളമാരോട് ചെയ്യാത്തതാ നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ആ അമ്മമാരുടെ വേദന മനസ്സിലാക്കാത്ത നീയൊക്കെ മക്കളാണോ? ആണോ? ഇങ്ങെടുക്ക, ആ മോതിരം ഇങ്ങെടുക്ക. ഊര്. അപ്പൂനോടാ പറഞ്ഞത്. എന്തിനാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത്? എല്ലാം കേട്ടു, എല്ലാം മനസ്സിലായി. സകലതയും പറഞ്ഞ് ചീറ്റ് ചെയ്തിട്ട് ഇങ്ങെടുക്കാൻ നിന്നോടാ പറഞ്ഞത്. മോതിരം ഇങ്ങെടുക്കാൻ. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് പറയാനുള്ള യോഗ്യതയില്ല. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, നീ എന്നെ ചതിച്ചു. ഇനി നിന്റെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട. പൊയ്ക്കോ. ഇനി നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ. പോകാൻ. നിന്റെ മനസ്സ് ഇങ്ങനെയായിരുന്നു ഈ ആമിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോളെ. ഞാൻ ക്ഷമ പറയാ. എന്റെ അടുത്ത് നിന്നെ ഏൽപ്പിച്ചു പോയാ നിന്റെ തന്തയോടും തള്ളയോടും. കഷ്ടം.
അവൻ മോളോട് ചോദിക്കുന്നത് കേട്ടു. അവൻ മോതിരം ഇടുന്നതിന് മുൻപ് ഉള്ളതെല്ലാം തുറന്ന് പറയായിരുന്നില്ലേ? അത്രയെങ്കിലും ചെയ്യായിരുന്നു. എടോ ആ വണ്ടി എടുത്തു മാറ്റാൻ. ആ വണ്ടി മാറ്റോ. ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് നിർത്തുന്നത്? എന്റെ വണ്ടിയുടെ മുമ്പിലാണോ കൊണ്ട് നിർത്തുന്നത്? എടോ ഒന്ന് മാറ്റാൻ. സാറിവിടെ കാണുമെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നെ കാണണമെങ്കിൽ അങ്ങ് സൊനാലിയിലോട്ട് വരണം, അല്ല കൽത്തോട്ടത്തിലോട്ടല്ല. ഞാൻ ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് ബ്രീഫ് ചെയ്യാൻ വേണ്ടി ഒന്നും വന്നതാ. വേണ്ട. ഇനി എന്ത് ബ്രീഫ് ചെയ്യാനാ? ഒരു പെണ്ണ് നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ? ഈ നാട് മുഴുവൻ CCTV ഉണ്ടല്ലോ. എന്താ നിങ്ങൾ കണ്ടുപിടിക്കാത്തെന്ന്? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ ഓ പ്രോഗ്രസ്. വേണ്ട സാറേ, ഇനി അന്വേഷിക്കണ്ട, നിർത്തിക്കോ. ഞാൻ ഈ പരിപാടി നിർത്തി. ഇനി ഈ കേസുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ചെല്ല് അങ്ങോട്ട് എന്ന് പറ. എടോ ആ വണ്ടി എടുത്തു മാറ്റോ. സാറെന്താ ഇങ്ങനെ തട്ടിക്കയറുന്നേ? തട്ടിക്കേറി എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? ഞാൻ യൂണിഫോം ഇട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. മര്യാദയ്ക്ക് ഓ സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിച്ചോളാം എന്റെ സാറേ. അവള് ബാലുവിന്റെ ഒപ്പം ജീവിക്കാൻ വന്നു. എടാ വണ്ടി എടുത്തു മാറ്റോ. സാറിന് വലിയ പിടിപാടുള്ള ആളല്ലേ? DGP പോലെ എല്ലാവരും. സാറ് പോയി പരാതി ഉണ്ടെങ്കിൽ പറ. സാറേ ഞാൻ പറഞ്ഞോളാം സാറേ. സാറേ വണ്ടി എടുത്ത് മാറ്റാൻ പറ. സാറിന് ഇത് എന്ത് പറ്റി? അടോ എന്താ സോണി, ഒഴിവ് ദിവസമാണെങ്കിലും എനിക്കൊരു സമാധാനവും തരത്തില്ല അല്ലേ? എന്റെ ഓഫീസ് കാര്യം, എന്റെ ഡിസൈന്റെ കാര്യോ? എന്താ ഡൗട്ട്? അതെ, ആ ഡിസൈൻസും കറക്ഷൻസും എല്ലാം നിങ്ങളുടെ മുതലാളിയുടെ മുറിയില് ഓഫീസിൽ ഞാൻ ആ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അയാളോടത് അവിടുന്ന് എടുത്തോളാൻ പറ. ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ മുതലാളിയായിട്ട് സംസാരിച്ചാൽ മതി. എന്നോട് ഇനി പറയണ്ട, കേട്ടല്ലോ? അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഓ എന്റെ സോണി, ഞാൻ ഓൾറെഡി ഒഡേസയുടെയും റെയിൻബോയുടെയും എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടേബിളില്. നിങ്ങളുടെ MD വന്ന് ചെക്ക് ചെയ്യാത്തത് എന്റെ കുഴപ്പമാണോ? ആണോ? എന്റെ കുഴപ്പമാണോന്ന്? ഏത് സെക്ഷനിൽ എന്ത് പ്രശ്നം വന്നാലും ചോദ്യം മുഴുവൻ എന്റെ തലയിലോട്ട്. മതിയായി സോണി. ഞാനേ റിസൈൻ ചെയ്യാൻ പോവാ. റെസിഗ്നേഷന്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങളുടെ മുതലാളിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ കല്യാണം? അതൊക്കെ നിങ്ങൾ MDയോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ മതി.
പറ്റി, എനിക്ക് നല്ലപോലെ പറ്റി. ഇല്ലില്ല, ഇനി നിങ്ങൾ MD എന്റെ കാലിൽ വീണ് അപേക്ഷിച്ചാലും ഞാൻ ആ സ്ഥാപനത്തിലോട്ട് ഇല്ല. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി MDയോട് ചോദിക്കും. ഫോൺ വെച്ചേ. വാഷിംഗ് പൗഡർ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നേ? കാണുന്നില്ലല്ലോ. ഒരു സാധനം മര്യാദയ്ക്ക് വെച്ചെടുത്ത് വെക്കില്ല. ഓരോ ദിവസം ഓരോ സ്ഥലത്ത്. കല്യാണം തീരുമാനിച്ച് എന്നെ ഏതെങ്കിലും ഒരുത്തിന്റെ തലയിലോട്ടും കെട്ടിവെച്ചാ മതിയല്ലോ, സമാധാനാവുമല്ലോ. അപ്പു ആണല്ലോ എല്ലാവർക്കും പ്രശ്നം. എന്ന് പറഞ്ഞാലും അപ്പു അപ്പു അപ്പു. പ്രാർത്ഥിക്കും.